കാരുണ്യ ഫാർമസി വഴി ലഭ്യമായിരുന്ന മരുന്നുകൾ 2 മാസമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. കിഡ്നി രോഗികൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നാണ് ഇടുക്കിയിൽ ലഭ്യമാകാത്തത്. 300 രൂപയ്ക്ക് കാരുണ്യയിൽ നിന്ന് ലഭിച്ചിരുന്ന മരുന്ന് നിലവിൽ പുറത്തുനിന്ന് 1100-ലധികം രൂപ വില നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. നാട്ടുകാരുടെ സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ രോഗികൾ പോലും ഇന്ന് പ്രതിസന്ധിയിലാണ്. തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴാണ് കാരുണ്യ വഴിയുള്ള മരുന്നുകളും മുടങ്ങിയിരിക്കുന്നത്. ഒരാൾക്ക് 15,000-ഓളം രൂപയാണ് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ മരുന്നുകൾക്ക് വേണ്ടത്. പലരും ഇത് കണ്ടെത്തുന്നത് സുമനസ്സുകളുടെ സഹായത്തോടെയാണ്. ഇവർക്ക് ഏറ്റവും ആശ്വാസകരമായിരുന്നത് കാരുണ്യ ഫാർമസി വഴി മരുന്നുകൾ വില കുറച്ച് ലഭിച്ചിരുന്നതാണ്. എന്നാൽ നിലവിൽ പല മരുന്നുകളും ലഭ്യമാകാത്ത സ്ഥിതിയാണ്. ഈ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മരുന്നാണ് സെൽസെപ്റ്റ് എന്ന് പറയുന്നത്. 2 മാസമായിട്ട് അത് കാരുണ്യകളിൽ കിട്ടാനില്ല. പിന്നെ ഇപ്പം നമ്മളിത് എറണാകുളത്തുനിന്ന് വരുത്തിക്കുക ചെയ്തേക്കുന്നത്. അതും നമ്മളെ കൊണ്ട് താങ്ങാവുന്ന വിലയല്ല അതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് എന്നെപ്പോലെ ഒരുപാട് രോഗികളുണ്ട് ഇതുപോലെ കഴിക്കേണ്ട മരുന്നുകൾ വരാതായിട്ട്, കാരുണ്യ വരാതായിട്ട് 2 മാസത്തോളമായി. അപ്പം ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള രോഗികൾക്ക് പറയാനുള്ളത്. കാരുണ്യ ഫാർമസി വഴി ജീവൻ രക്ഷാ മരുന്നുകൾ കൃത്യമായി ലഭിച്ചാൽ ആകെ വിലയുടെ പകുതിയിൽ താഴെ മാത്രം കണ്ടെത്തിയാൽ മതി. എന്നാൽ നിലവിൽ മരുന്നുകളില്ലാതായതോടെ തുടർ ചികിത്സാ പരിചരണം പോലും പ്രതിസന്ധിയിലായ അവസ്ഥയിലാണ് നിർധന രോഗികൾ. ന്യൂസ് 18 ഇടുക്കി.